ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബേക്കറി ടേസ്റ്റിൽ ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് അല്പം ചിക്കൻ എടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 3 ഉള്ളിയും ഒരു ചെറിയ ക്യാപ്സിക്കവും ചെറിയൊരു പച്ചമുളകും ചെറുതായിട്ട് ക്യൂബായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇതേപോലെയുള്ള ചെറിയ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അല്പം ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ ബണ്ണും മുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബന്നും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ നന്നായി ചൂടാക്കുക. അതിനുശേഷം ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 20 സെക്കൻഡ് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അധികം ഓയിലൊന്നും കുടിക്കില്ല. അങ്ങനെ ഓരോ ബന്നും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബന്നും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ബന്നിൻ്റെയും മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അടർത്തിയെടുക്കാം. അതിനുശേഷം വിരൽ വെച്ചിട്ട് ഉൾഭാഗത്തേക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അകത്ത് ഇതേപോലെ ഒരു ഹോളായി കിട്ടും. ഈ ഹോളിൻ്റെ അകത്താണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. എല്ലാ ബന്നും ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് അല്പം മയണൈസ് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഇതിനുള്ളിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ടും അല്പം മയണൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടർത്തി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാപ്പ് എടുത്തിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ്ങിന് പകരമായിട്ട് ഷവർമയുടെ ഫില്ലിങ്ങും യൂസ് ചെയ്യുക. അതും നല്ല ടേസ്റ്റാണ്. ഈ ഒരു സാൻഡ്വിച്ച് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.